എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെയ്യം കാണാനായി വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പ് കൊറ്റാളി ശ്രീ കൂറുമ്പ പുതിയ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അത്യപൂർവമായി മാത്രം കെട്ടിയാടുന്ന ദണ്ഡൻ തെയ്യം കാണാനായാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ദണ്ഡൻ തെയ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. ദണ്ഡൻ പാർവതീ പരമേശ്വരന്മാരുടെ പൊന്മക്കളായ കാളിയും ദണ്ഡനും കണ്ഠകർണനും ആനന്ദത്തിൽ ഭൂതഗണങ്ങളോടൊത്ത് മതിച്ചുമാണ്. എന്നാൽ ദണ്ഡനും കണ്ഠാകർണനും സ്വഭാവത്തിൽ അസുരഭാവം കൈവന്നു. ധർമാധർമ്മങ്ങൾക്ക് രക്ഷയില്ല എന്ന് മുക്കണ്ണൻ ഭയന്ന് ചിന്താഭഗ്നനായി. തൻ്റെ പ്രിയതമൻ്റെ വിഷമത്തിൽ പാർവതീദേവി അല്പം ദുഃഖിതയായി. ദേവിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികൾ അടർന്നു വീണു. വലത്തേ കണ്ണിൽ നിന്നും വീണ കണ്ണീർ തുള്ളികൾ പെട്ടെന്ന് ദാരികവധത്തിന് അവതരിച്ച കാളിയെപ്പോലെ ബീഭത്സമായിരുന്നു. എന്നാൽ ഇടത്തേ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ തുള്ളിയിൽ നിന്നും അവതരിച്ച ദേവീരൂപം ശാന്തത കൈക്കൊണ്ടവളായിരുന്നു. ഈ രണ്ട് ദേവിമാർക്കും ഭഗവാൻ ശിവൻ കണ്ണിൽ നിന്നും ചിതറിയുണ്ടായതുകൊണ്ട് ചിതർമ്പ അഥവാ ചീറുമ്പ എന്ന് ഇരുവർക്കും പേര് വിളിച്ചു. വലത്തേ കണ്ണിൽ നിന്നും ജനിച്ചവൾ മൂത്തവളെന്നും ഇടത്തേ കണ്ണിൽ നിന്നും ജനിച്ചവൾ ഇളയവളെന്നും അഭിസംബോധന ചെയ്തു. ഈ രണ്ട് ദേവീരൂപത്തെയും കണ്ട ദണ്ഡനും കണ്ഠകർണനും അമ്പെ ഭയപ്പെട്ട് നിലവിളിച്ചുപോയി. അഹംഭാവവും അഹങ്കാരവും നശിച്ച് ഇവർ പെട്ടെന്ന് ഈ രണ്ട് ദേവിമാരുടെ മുന്നിലും കൈകൂപ്പി നിന്ന് കരും അമ്പെ എന്ന് മന്ത്രം ഉരുവിട്ട് കൊണ്ട് സേവിച്ചു നിന്നു. അതിൽ സന്തോഷിച്ച ദേവിമാർ അവർക്ക് അഭയം നൽകി. എന്നെന്നും ഈ രണ്ട് ദേവിമാരുടെ കൂടെ സഹോദരഭാവത്തിൽ നിലനിൽക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അന്നവർ ചൊല്ലിയ മന്ത്രമാണ് പിന്നീട് ശ്രീ കരും അമ്പെ ശ്രീ കുറുമ്പയായി മാറിയത്. ചീറുമ്പ മൂത്തവൾ, ചീറുമ്പ ഇളയവൾ, ദണ്ഡൻ, കണ്ഠാകർണനും ഈ നാലു പേരും ഒന്നിച്ച് ചീറുമ്പ നാലവർ എന്ന് പ്രസിദ്ധരായി.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തെയ്യം വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കാതിരിക്കുക.